ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ എഡ്യൂയിലെ 3 ജനറേഷന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗ്യാതറിംഗ് ആൻഡ് സെലിബ്രേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ 3 ഫാമിലിയിലെ പേരൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജുവേ ടെയിൽസ്, അതുപോലെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ എഡ്ജുവേയിലെ എല്ലാവരെയും നമുക്കിന്ന് പരിചയപ്പെടാം. എഡ്ജുവേ നമ്മുടെ നെയ്ബർഹുഡ് ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മലയാളീസ് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്യാതറിങ്ങിന് വേണ്ടി നമ്മുടെ മാർട്ടിന്റെയും സൗമ്യയുടെയും വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ക്രിസ്മസിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഉണ്ണീശോ ജനിച്ച അന്ന് തന്നെയാണ് നമ്മുടെ വിനീതും ജനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് മുറിച്ച് വിനീതിന്റെ ബർത്ത്ഡേയും ഉണ്ണീശോയുടെ ബർത്ത്ഡേയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചു. അങ്ങനെ വിനീതും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അതിനുശേഷം നമ്മുടെ മാർട്ടിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്തു. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഔട്ട്സൈഡിലേക്ക് ഇറങ്ങി. എല്ലാവരെയും ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇരുത്തി. നമ്മുടെ പേരൻസ് ഒക്കെ നോക്കിക്കുക, വളരെ ഹാപ്പി ആയിട്ട് അവരിയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഫോട്ടോ എടുത്തു. ഇതാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ഔട്ട്സൈഡില് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഒന്ന് ഗ്യാദർ ചെയ്തു. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ലാഫിംഗ് തെറാപ്പിയും ഡാൻസിങ് തെറാപ്പിയും ഒക്കെ ഞങ്ങൾ പരീക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ ന്യൂസിലാൻഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ഏറ്റവും ആദ്യം ആഘോഷിക്കുന്ന ന്യൂസിലാൻഡിൽ തന്നെയാണ്. പിന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഞങ്ങളുടെ റീൽസ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ ഞങ്ങളിൽ പലരും അന്ന് പല സ്റ്റെപ്പുകളും പരീക്ഷിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങളും റീൽസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വീടിനുള്ളിലേക്ക് കയറി. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികളും പേരൻസും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങള് ഫുഡ് സെർവ് ചെയ്യാനായിട്ടാണ് എല്ലാവരും അകത്ത് കയറിയത്. പിന്നെ എല്ലാവരും ചാറ്റിങ്ങും എൻജോയ്മെന്റും ഒക്കെ ആയിട്ടിരുന്നു. നമ്മുടെ കുഞ്ഞു ജെറോമിന്റെ വകയും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതിനുശേഷം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പേരൻസ് ഒക്കെ ആണെങ്കിലും വളരെയധികം ഹാപ്പി ആയിരുന്നു. അവരും നാട്ടിലെ പോലെ തന്നെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ നമ്മുടെ ന്യൂസിലാൻഡിലും ആഘോഷിക്കുന്നത് കണ്ട് അവരും വളരെ എക്സൈറ്റഡ് ആയി. അതുപോലെ നമ്മുടെ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് എപ്പോഴും അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് കളിക്കുക, അവരെല്ലാവരും വളരെയധികം ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയായിരുന്നു. നമുക്ക് നല്ല പോർക്ക് ഫ്രൈയും ഡക്ക് റോസ്റ്റും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തു. കപ്പിൾ ഗെയിം, ചിൽഡ്രന്റെ ഗെയിം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഓരോരുത്തരും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഗെയിം കളിച്ചത്. പക്ഷെ ഞങ്ങള് ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളും വിട്ടുകൊടുക്കില്ല, അവരും വിട്ടുകൊടുക്കില്ല. പക്ഷെ വളരെ ടൈറ്റ് ഒരു റിസൾട്ട് ആയിരുന്നു. ശിവൻ ബ്രോയെ നോക്കിക്കേ, കുഞ്ഞിനെ തോളത്ത് വെച്ചുകൊണ്ടാണ് എങ്കിലും ഞാനേ ജയിക്കും എന്നുള്ളൊരു വാശിയിലാണ്. കുട്ടികളും അതോടൊപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പേരൻസിനെ പരിചയപ്പെടാം. ഇഷ്ടപ്പെട്ട് ഇനി വരുവോ? ഇനി വരാൻ നോക്കാം. ഓക്കെ, അത് മതി. ഇവിടെ ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട്? എന്താ ഇവിടെ ഇഷ്ടപ്പെട്ടെ? വളരെ മനോഹരമായ സ്ഥലം. എന്താ ഇവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? വഴി വൃത്തിയുണ്ടല്ലേ? പാർക്കുകള്, സംരക്ഷണം എല്ലാം ഉണ്ട്. പിന്നെ ക്രിസ്മസും ഇപ്പൊ ഇവിടെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ലൈറ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? ആണല്ലേ? ഞങ്ങളെല്ലാവരും അടുത്തൊരു റീലിന് വേണ്ടി പിന്നെ വൈൻഡപ്പ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി ഇരുന്ന് എല്ലാ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു. നോക്കിക്കോ, എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.